എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വലിയൊരു 20 വർഷമാണ് സ്വീകരണം കണ്ടെത്തുന്ന രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണ്. അവിടെ ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയോടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണില്ല, മുമ്പോട്ട് ഇനി ജീവിക്കണ്ടേ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ കക്കൂസിലാണ്. കാരണം എന്താ പറഞ്ഞാൽ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ വീഡിയോ കണ്ടപ്പം പെട്ടെന്ന് പോയി. ഇവൻ്റെ മുഖം കാണുമ്പം തന്നെ എനിക്ക് ഛർദ്ദിക്കാനോ നോക്കാനോ വരുന്നുണ്ട്. അപ്പം ബാത്റൂം ഇവൻ്റെ ഈ മുഖം കണ്ടാൽ മതി, ഈ വിഷം തുപ്പുന്ന പരനാറീൻ്റെ. ഇവിടെ ഒരു പാവപ്പെട്ടവൻ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് അതിന് നീ ഇങ്ങനെ വിഷം തുപ്പേണ്ട ആവശ്യമില്ല പരനാറി. അപ്പം തനിക്കാണെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ കേരളക്കാർ ഒറ്റക്കെട്ട് തന്നെ ആവുള്ളൂ. പക്ഷെ താങ്കൾ ഉള്ളിൽ ഈ വിഷം തുപ്പുന്ന വർത്താനം നിർത്ത്. ഒരു എത്രയോ പെടഞ്ഞുണ്ട് മനസ്സ്. ആ പാവം മനുഷ്യൻ അവിടെ ജയിലിൽ 20 വർഷം കിടന്നിട്ടാണ് ഇപ്പം എന്താ പറഞ്ഞാൽ വന്നത്. അപ്പം ഒരു തെറ്റ് ചെയ്യാതെ അറിയാതെ പറ്റിയ തെറ്റിനാണ് അയാൾ ശിക്ഷ അനുഭവിച്ചത്. തന്നെപ്പോലുള്ള നാറികൾ ഇങ്ങനെ വിഷം തുപ്പുന്നതിനനുസരിച്ചില്ലേ പണ്ട് കാര്യമില്ല. വെറും പരനാറിയരുത്, തറയാവാം, പരനാറിയരുത്. തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല.